പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇവനാണ്, നിക്കോൺ Coolpix B700 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ കുറേ തെറ്റുകളുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് മിസ്റ്റേക്സ് മനസ്സിലാക്കി, കാരണം ആദ്യമായിട്ട് ഞാൻ ന്യൂബാണ്, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോൾ ഇത് ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കാർഡ് കിട്ടുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ 64 GB ഒരു കാർഡ് മേടിച്ചിട്ടുണ്ട്, നമ്മുടെ SD കാർഡ് കേട്ടോ. അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഈ സാധനം കേട്ടത് ഒരു പ്രത്യേക രീതിയിലാണ്, ഫോണിൽ എന്തോ ഒട്ടുമല്ല. അപ്പോൾ അതും പിന്നെ അതിൻ്റെ ക്യാമറ ബാഗുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം സെപ്പറേറ്റ് മേടിക്കണം. ഈ ക്യാമറ മേടിക്കുന്നുണ്ട്, അപ്പം അത് ഒരിക്കലും കിട്ടില്ല. അത് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഓഫറിലായിരിക്കും, പക്ഷെ അന്ന് എക്സ്ട്രാ ചാർജസ് അങ്ങനെയായിരിക്കും. അത് ഓരോരോ ഓൺലൈൻ വെബ്സൈറ്റ്സ് ആണ്, എനിക്കറിയില്ല. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ഓരോരോ വാറണ്ടി കാർഡുകളും. ഇത് ബഹ്റിൽ നിന്നാണ് മേടിച്ചത്, അതുകൊണ്ട് ഇതിൻ്റെ വാറണ്ടി കാർഡിൽ ബഹ്റിൽ നിന്നാണ് എഴുതി കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ സർവീസ് സെൻറ്ററുകൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് മേടിച്ചുകൊണ്ട് ആയതുകൊണ്ട് ഇത് ഇൻ്റർനാഷണൽ ആയിരിക്കും. കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ മാനുവലാണ്, ഇതിൻ്റെ Coolpix B700. എപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് മാനുവൽ വായിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാർക്ക് ഇത് അറിയില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതാണ് ഇതിൻ്റെ നമ്മൾ കഴുത്തിൽ ഇടില്ലേ ക്യാമറമാൻമാർ, അതേപോലത്തെ അതിൻ്റെ ടാഗാണിത്. നമ്മുടെ ടാഗ് അത് ക്യാമറമാൻ ഫിക്സ് ചെയ്തിട്ട് ഉണ്ട്. വേറെ വരുന്നത് ഇത് അതിൻ്റെ ചാർജറാണ്, അതിൻ്റെ വയറിങ്ങുകളൊക്കെ ഇല്ല. അതിൻ്റെ ഇത് കേബിൾ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് അതിൽ ട്രാൻസ്ഫർ ചെയ്തെടുക്കാം, അങ്ങനെ ഉപയോഗിക്കാം മൾട്ടിപർപ്പസ് പോലെ. ഇത് അതിൻ്റെ ബാറ്ററിയാണ്. ഇത് നിക്കോണിൻ്റെ 1850 mAh ബാറ്ററിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഇന്ന് പവർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ എങ്ങനെ ഒരു സ്മൂത്തായിട്ട് അതിന് വീഡിയോ പിടിക്കാൻ പറ്റും. വേറെ ഇത് അതിൻ്റെ ഒരു ചാർജിൻ്റെ ഇത് രണ്ടെണ്ണവും ഒരെണ്ണമായിട്ടാണ് നമ്മൾ പ്ലഗ് ചെയ്തിട്ട് വാൾ മൗണ്ട് ചെയ്യുന്നത്. ഇത് വാൾ മൗണ്ട് സപ്പോർട്ടറാണ്. ഇത് അതിൻ്റെ പവർ കൊടുക്കണ മെയിൻ ഔട്ട്ലെറ്റാണ്. നമ്മളിപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ചാർജറിൻ്റെ അഡാപ്റ്ററൊക്കെ ഇല്ലേ, അതേപോലത്തെ രണ്ടും ഞാൻ കുറച്ച് ബ്രീഫായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൽ വരുന്നത് ഇത് ലെൻസ് ക്യാപ്പാണ്. ലെൻസിന് നമ്മൾ ക്യാപ്പ് മുന്നിൽ വയ്ക്കില്ലേ, ആ സംഭവം. വേറെ വരുന്നത് ഇത് ആ ലെൻസ് ക്യാപ്പിൻ്റെ അതിൻ്റെ ടാഗ്. ആ ടാഗ് ആണ് നമ്മൾ ഇതിൽ ലെൻസ് ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ക്യാമറയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ കളഞ്ഞു പോയില്ല പെട്ടെന്ന്. ഇതെന്താണ് ഭേദം. കുറച്ച് വയർപോസ്. ഇത് ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം Coolpix B700 ക്യാമറ. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തുള്ള ആക്സസറീസ്. പിന്നെ അതും ആ SD കാർഡും അത് ആ ബാഗും നമ്മൾ സെപ്പറേറ്റ് മേടിച്ചാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ക്യാമറ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ചാർജിൻ്റെ വാൾ മൗണ്ടും അതിൻ്റെ അഡാപ്റ്ററും. ഇത് രണ്ടുമാണ് അതിൻ്റെ ചാർജിങ്ങിനായിട്ട് ഏറ്റവും ആവശ്യമുള്ള സാധനം. അപ്പോൾ ഇതിങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അത് കയറി. പിന്നെ ഇതാണ് അതിൻ്റെ കേബിൾ. കേബിൾ കുത്തണ സ്ഥലം, ഈ എൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തുക. ഇത് വയ്ക്കാം. ഇത് ലെൻസ് ക്യാപ്പ്. അത് തുറന്ന് നമുക്ക് എടുത്ത് നോക്കാം. നമുക്ക് ക്യാമറ എടുത്ത് നോക്കാം. വാവ്, അടിപൊളി. ഇതാണ് നമ്മുടെ ക്യാമറ. ബോഡി ഫിനിഷിംഗ് ഒക്കെ ബെസ്റ്റ്, സൂപ്പറാണ്. പിന്നെ കാണാനും കുഴപ്പമില്ല, ചെറിയ ക്യാമറയാണ്. അപ്പോൾ വീഡിയോ പിടിക്കുകയാണെങ്കിലും ഇത് കണ്ട ഒരു കയ്യിൽ തന്നെ സുഖമായിട്ട് ഗ്രിപ്പായിട്ട് ഇരുന്നോളും. നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് വീഴുമായിരിക്കാം, പക്ഷെ അത് വീഴില്ല. കാരണം അത്ര നല്ല ഗ്രിപ്പിലാണ് അവർ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഗ്രിപ്പിംഗ് ആണ് ഇത് ഫുൾ. ഇതും പിന്നെ ഇതിവിടെയൊക്കെ ഉള്ളത് നമുക്ക് ഗ്രിപ്പിംഗ് സപ്പോർട്ട്സാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും അറിയാതെ ഒന്നും വഴുതി വീഴില്ല. ഇതാണ് എൻ്റെ വ്യൂ ഫൈൻഡറിൻ്റെ അടുത്ത് തന്നെ ഈ ചെറിയ ഹോള് കാണുന്നതാണ് എൻ്റെ എന്താ പറയുക ഒരു സെൻസർ പോലെയാണ്. നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ കൈയൊന്നും അതിൽ
പോലും അത് ഇവിടുത്തെ ഡിസ്പ്ലേ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് കൊടുക്കും. ഇത് എൻ്റെ മോഡ് സെലക്ടർ. മോഡായിട്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ യൂസർ മാനുവലിലാണ് കിടക്കുന്നത്. ഇത് മാനുവൽ പിന്നെ ഓട്ടോമാറ്റിക് അങ്ങനെ കുറേ സെറ്റപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാവരും അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പുകൾ. ഇത് എൻ്റെ സൂം ഇൻ സൂം ഔട്ട്. നമുക്ക് ഇങ്ങനെയും ഇത് സൂം ഇൻ ഇത് സൂം ഔട്ട്. അത് മാനുവലായിട്ട് നമുക്ക് ഇവിടെയും ചെയ്യാം. ഇവിടെ നമുക്ക് സൂം ഇൻ വേണമെങ്കിൽ ഇവിടെയും ചെയ്യാം, സൂം ഔട്ടായിട്ട് ഇങ്ങനെയും ചെയ്യാം. അത് ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതായിരിക്കും. കാരണം ഇതാണ് നമ്മളിങ്ങനെ പിടിക്കും തന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ പിടിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇതാണ് എൻ്റെ ഫ്ലാഷ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, കാണാൻ പറ്റുമെന്നറിയില്ല. ഇതാണ് എൻ്റെ ഫ്ലാഷ്. അപ്പോൾ ഈ ബട്ടൺ ഇപ്പോൾ തൊടുമ്പോൾ ഈ ഫ്ലാഷ് ഓട്ടോമാറ്റിക്കലി തന്നെ മുകളിലേക്ക് പൊങ്ങി വരും. വേറെ ഇത് എൻ്റെ മെനുവിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ. ഇത് ഓക്കെ ബട്ടൺ. പിന്നെ നമുക്ക് 4 ഇതിൽ കൊടുക്കില്ല, നമ്മളിപ്പോൾ ഫോണിൽ കീപാഡ് പോലില്ലേ അതേപോലെ. പിന്നെ നമ്മൾ ഇതിൽ തന്നെ ഫോട്ടോകൾ എടുത്തത് പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ ഇത് ഫങ്ഷൻ 2, ഇത് ഫങ്ഷൻ 1. അത് ഫങ്ഷൻസാണ്. അത് നിങ്ങൾ അതിൻ്റെ ബുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട് ഫീച്ചേഴ്സ്. പിന്നെ ഇതാണ് എൻ്റെ ചാർജിങ് പോർട്ട്. ഇതിലാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ എന്താ HDMI എന്താ TV-യിൽ കണക്ട് ചെയ്യാനുള്ളതും. വേറെ ഇത് എൻ്റെ ട്രൈപോഡിൻ്റെ ഹോള്. ഇത് എൻ്റെ ബാറ്ററിയും SD കാർഡിന് സ്ലോട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഔട്ട് ഫീച്ചേഴ്സ്. നമ്മളിപ്പോൾ ക്യാമറ എടുത്തിരിക്കുകയാണ്. ഒരു 4 മണിക്കൂർ ഞാൻ കുത്തിയിട്ടു. അത് ഇന്നലെയാണ് ഇതിൻ്റെ വീഡിയോ പിടിച്ചത്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ബാലൻസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നല്ല മഴക്കാരുണ്ടായി ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നിർത്താൻ ശ്രമിച്ചു വീഡിയോ. കാരണം ഇവിടെ മുകളിലാണ് ഞാൻ പിടിക്കുന്നത്. അപ്പോൾ വെറുതെ സീൻ ഉണ്ടാക്കേണ്ട, ക്യാമറ കിടക്കണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നിർത്തി. അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ ഫീച്ചേഴ്സ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ കുറച്ച് സാധനങ്ങൾ, ഇതൊരു എക്സ്ട്രാ ട്രൈപോഡ് എൻ്റെ കയ്യിലുണ്ട്. ട്രൈപോഡ് പറഞ്ഞാൽ കാലിന് കുഴപ്പമുണ്ട്. ഇത് കണ്ടേ, ഇത് സ്ക്രൂ ജ്യൂസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ ഇതിൽ ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അതൊരു ബാഗാണ് എൻ്റെ ഉള്ളിൽ. അതും അതിൻ്റെ ഉള്ളിൽ അതൊക്കെ കാണാം. കൂടുതലായിട്ട് അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ഇതിലാണ് വരുന്നത്. ഇതൊരു നോട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെ ഇതുകൾ. Coolpix B700 എന്നാണെങ്കിൽ ഇതിൻ്റെ ബോട്ടം പാഡ് ഉണ്ട് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ബോട്ടം പാഡ് മാറ്റുക. Coolpix B500ഉം പിന്നെ വേറെ Coolpix L340 ക്യാമറ ആണെങ്കിൽ അതിൻ്റെ ബോട്ടം പാഡ് വെക്കുക. ഇതാണ് അതിൻ്റെ ബോട്ടം പാഡ്. ഞാൻ പല വീഡിയോയിൽ നോക്കി. അപ്പോൾ ഇതിൻ്റെ ബോട്ടം പാഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് എൻ്റെ ബോട്ടം പാഡ് കേട്ടോ. അത് ഡെലിവറി ഉണ്ടായില്ല നേരത്തെ. ഇതാണ് ആ ബാഗ്. അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് Coolpixൻ്റെ തന്നെ. നല്ല സിബറും നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ ബാഗാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്ട്രാപ്പൊക്കെ ഇട്ടു. അപ്പോൾ സ്ട്രാപ്പ് ഇടാൻ അത്ര പാടൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കി അതും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലാണ് ഇനി വീഡിയോ പിടിക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്കിന്ന് ഓൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഓണായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇത് എത്ര കൊടുക്കണോ അത്രയും കൂടും, എത്ര കുറയ്ക്കണോ അത്രയും കുറയും. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഇതാണ്. പിന്നെ അതിലിപ്പോൾ കാണിക്കാം നമുക്ക്. ഇത് വീഡിയോ എടുക്കണതും ഇതെടുക്കാം. ഒരു മിനിറ്റ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കണതെന്ന് പറയുന്നത് ഇതിലാണ്. ഇതിലിങ്ങനെ തൊടുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും റെക്കോർഡിങ്. അതാണ് എൻ്റെ വീഡിയോ ഓപ്ഷൻ. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതുമായി ഞെക്കിയാൽ മതി. പിന്നെ മെനുവിൽ പോയിട്ട് നമുക്കത് ഇമേജിൻ്റെയും വീഡിയോയുടെയും ഒക്കെ ക്വാളിറ്റീസ് നമുക്ക് നോക്കാം. ഇതിൽ ഇമേജിൽ നമുക്ക് ഇതേപോലെ റോ ഫൈൻ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റോ പ്ലസ് ഫൈനാണ്. കാരണം ബെസ്റ്റ് ക്വാളിറ്റി ഇമേജസ് എടുക്കാം. ഞാൻ അത് എടുത്ത് നോക്കി. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ അത് ഞെക്കുക. പിന്നെ കണക്ഷൻസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ കുറച്ച് പറഞ്ഞുതരാം. അത് ഫോണിൽ ഒരു ആപ്പുണ്ട്. ആപ്പിൻ്റെ പേര് ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇതാണ് കണക്ഷൻസ്. ഇന്ന് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാം, വൈഫൈ കണക്ട് ചെയ്യാം. പിന്നെ കണക്ട് സ്മാർട്ട് ഡിവൈസ് കാണിച്ചിട്ടില്ലേ, അതിപ്പോൾ ആക്സസിബിൾ അല്ല. കാരണം ഫോണിൽ അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പ് അത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഓൺ ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി. അത് തന്നെ ഓട്ടോമാറ്റിക് ആയിക്കോളും.
വേറെ ഞാൻ ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇത് ഡിസ്പ്ലേ ഇതിൽ കാണില്ലേ ഇപ്പോൾ ഈ എയർപ്ലെയിൻ മോഡ് അത് ആ ഡിസ്പ്ലേ കാണിക്കുന്നത്. ഇത് ഡിസ്പ്ലേ കാണിക്കുക ഈ വ്യൂ ഫൈൻഡറിൽ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഇമേജസ് ഇതിൽ തന്നെ കാണാം. ഇതൊരു ചെറിയൊരു സ്ക്രീൻ പോലെ ഒരു വലിയ സ്ക്രീൻ പോലെ അങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻസ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ആ ക്യാമറയിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും ക്വാളിറ്റിയൊക്കെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇത് വീഡിയോ ഞാൻ അങ്ങനെ പിടിച്ചിട്ടില്ല. ഇതിൽ ആകെ ഫോട്ടോകൾ എടുത്ത് നോക്കിയിട്ടുള്ളൂ, വീഡിയോകൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കോൾപിക്സിൽ. അപ്പോൾ ഇതിൻ്റെ സൗണ്ടുകളും ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. സ്റ്റീരിയോസ് ഇതിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ മൈക്കൊക്കെ അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് മാക്സ് ഇപ്പോൾ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്ലറിനെസ്സാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് അതിൻ്റെ സെറ്റപ്പുകളൊക്കെ ഞാൻ പഠിച്ചത് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സൂം ചെയ്തിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് സൂമിങ് ആയിട്ട് ഞാൻ കണ്ടതാണ്. പക്ഷേ ഇത് വേറെ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ മുകളിലേക്കൊക്കെ പിടിച്ച് നോക്കിയപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ, ബ്ലറിനെസ് ഒന്നും കാണിക്കുന്നില്ല. വീഡിയോസിന് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എഫക്റ്റിൽ മാറ്റം ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായതായിരിക്കും. എനിക്ക് 2-3 ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ ഇതിൽ നിന്ന് നന്നായിട്ട് എടുക്കാൻ വേണ്ടി അറ്റ് പ്രസൻറ്റ്. ഇനി അതിൽ കൂടുതലും ഫോട്ടോകൾ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാമറ ഇതിൽ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാം. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രെയിമിങ് മാറ്റാം കേട്ടോ. ഞാൻ പറഞ്ഞ ഓപ്ഷൻസിൽ തന്നെ പോയിട്ട് അതിൻ്റെ ഫ്രെയിമിങ് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ട്രൈപോഡ് ഇതിലേക്ക് അറ്റാച്ച്ഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് വെക്കുമ്പോൾ നിൽക്കാത്ത എന്തുകൊണ്ടാണ് ഇത് കണ്ട, ഇതൊരു കാലിന് മാത്രം ഇഷ്ടം. പക്ഷെ എന്നാലും ഇത് കണ്ട പിടിച്ചില്ലെങ്കിൽ അത് വീഴും. അതേപോലെ ഇത് നമ്മൾ പിടിച്ച് വെക്കണം ട്രൈപോഡിന്. പക്ഷേ കയ്യിലിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അൺബോക്സിങ് റിവ്യൂസും ക്യാമറയുടെ. ഇനി വരാൻ പോണ വീഡിയോകളിലൊക്കെ ഈ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ പോണത്. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഈ ക്യാമറ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം എൻ്റെ കൂട്ടുകാരൻ വരുമല്ലോ എന്ന്. അവിടെ ഞാൻ പറഞ്ഞു നോക്കണം. ചിലപ്പം വരികയാണെങ്കിൽ അത് പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ കുറച്ച് നാളും കൂടി പിടിക്കും. കോവിഡ് കുറയണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര സീനല്ലേ ഇവിടെ. അപ്പോൾ കുഴപ്പമില്ല, ഇത് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ഗൈസ്, ഇതിൻ്റെ അടിയിൽ ബാറ്ററി കിട്ടുമല്ലേ, അതിൻ്റെ ക്യാമറ എന്നാണെന്ന് അറിയില്ല, അത് ബാറ്ററിയും അതിൻ്റെ തൊട്ട് താഴെ എടുക്കുന്ന സ്ലോട്ടാണ് അതിൻ്റെ SD കാർഡിൻ്റെ. അപ്പോൾ അത് രണ്ടും അവിടെയാണ് ഇടുക. അപ്പോൾ അങ്ങനെ കാണാം. അപ്പോൾ ഇനി കുഴപ്പമില്ല, ഇത് ക്യാപ്പ് നമുക്ക് ഇട്ട് വയ്ക്കാം. എപ്പോഴും ക്യാപ്പ് ഇട്ട് വെച്ചോളാം. ഇനി ഇങ്ങനെ ഇട്ട് നോക്കാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വരുന്നവരെ പീസ് ആവും.